എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമുക്ക് ഫെബ്രുവരി 13-ാം തീയതിയാണ് കേട്ടോ ഇന്ന് വരണത്. സോ നാളെ ഫെബ്രുവരി 14-ാം തീയതി വാലന്റൈൻസ് ഡേ. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നൊരു ദിവസമാണ്. എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ട് അന്നത്തെ ദിവസം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. അറിയണൊരു താഴെ കമൻറ്റ്. സോ ഞാൻ വിചാരിച്ചു നമുക്ക് ഇന്ന് കുറച്ച് കാര്യങ്ങൾ റെഡി ആക്കിയിട്ട് നാളെ നമ്മുടെ ഗേൾ ഫ്രണ്ടിന് നമുക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്താലോ എന്നൊരു ആലോചനയിലാണ്. ഈ വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യുമെന്ന് വരെ എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഒരു മൊമെൻറ്റ്, ഈ ഒരു നല്ലൊരു മൊമെൻറ്റ് ക്യാപ്ചർ ചെയ്യുക, ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ളൊരു ഇതോടാണ് ആ ഒരു ഇതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ തന്നെ എടുക്കണത് കേട്ടോ. സോ ഇന്ന് 13-ാം തീയതിയാണ്. നാളെ 14-ാം തീയതി ആൾ ബാംഗ്ലൂരിൽ നിന്ന് വരും കേട്ടോ. ഗേൾ ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അവളും ഒരു സൈക്ലിസ്റ്റ് തന്നെയാണ്. സോ ഞാനിത് എന്തൊക്കെയാണ് പറയണം എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. സോ ആളും ഒരു സൈക്ലിസ്റ്റ് തന്നെയാണ്. നമ്മൾ ബാംഗ്ലൂർ പോയപ്പോൾ പരിചയപ്പെട്ടതാണ്. ആൾ എന്നെക്കാട്ട് കുറച്ചൊരു പ്രോ ലെവൽ സൈക്ലിസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നാളായിട്ടുള്ള റിലേഷനാണ്. സോ ഞാൻ കരുതി നാളെ വാലന്റൈൻസ് ഡേ ആണ്, ഞങ്ങളുടെ ആദ്യത്തെ വാലന്റൈൻസ് ഡേയും കൂടിയാണ് കേട്ടോ നാളെ വരണത്. അതുകൊണ്ട് നാളെ നമ്മൾ ആൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പോകണം. ഞാൻ നാളെ ഒരു വീഡിയോ എടുക്കണം. ഇതിൻ്റെ കാര്യത്തിൽ ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി ആൾ ബാംഗ്ലൂരിൽ നിന്ന് കയറും 13-ാം തീയതി. നാളെ 14-ാം തീയതി ആളുടെ ബന്ധുവിൻ്റെ വീടുണ്ട് ഇവിടെ. അപ്പോൾ പോയിട്ട് എന്തെങ്കിലുമൊക്കെ നോണ പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആൾക്കൊരു സർപ്രൈസ് കൊടുക്കണം. സൈക്ലിസ്റ്റാണ്. അപ്പോൾ എന്ത് സർപ്രൈസായിട്ടാണ് കൊടുക്കേണ്ടത്, ഗിഫ്റ്റായിട്ടാണ് കൊടുക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ നമുക്ക് നേരെ ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. ഗൈസ് അങ്ങനെ നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതേ നമ്മുടെ റെയിൽവേ സ്റ്റേഷനല്ലല്ലോ, ദൈവം എക്സൈറ്റഡ് ആയിട്ട് ഒന്നും വായിൽ വരുന്നില്ല. ഫയർ സ്റ്റേഷൻ. അപ്പോൾ എനിക്കറിയില്ല എന്തിട്ട് വാങ്ങണ്ടേന്ന്. അപ്പോൾ ഞാൻ ആക്ച്വലി എന്തെങ്കിലും പോയിട്ട് കാണുന്നിടത്ത് ഏതാണ് എനിക്കിഷ്ടപ്പെടുന്നത് അത് വാങ്ങിക്കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇന്നത് വാങ്ങണം എന്നുള്ളൊരു ഐഡിയയിലില്ല കേട്ടോ. കാരണം നമ്മളിത് ആദ്യമായിട്ട് ചെയ്യണ കാരണം ഒരു ഇതുണ്ട്, എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഒരു പേടിയുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ തൃശ്ശൂർ റൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് ചെറിയൊരു പണി പാളിയ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. കടകളൊന്നും തുറന്നിട്ടില്ല. അടിപൊളി. ഞാൻ ഗിഫ്റ്റ് ഷോപ്പിലേക്കൊക്കെ പോവാന്ന് വിചാരിച്ചതാ. ഇതൊക്കെ എന്താ അടഞ്ഞെടുക്കണേ? ഓ, എനിക്ക് തോന്നണത് ഗൈസ് ഇന്നാണ് വ്യാപാരി വ്യവസായി മുടക്ക്. ഓ ബെസ്റ്റ്. പണി നല്ല പാലും വെള്ളത്തിൽ കിട്ടിയല്ലോ. അടഞ്ഞിട്ട് ഇട്ടിരിക്കുക കേട്ടോ. ലോട്ടറി വാങ്ങി കൊടുത്താലോ? ലോട്ടറി കട മാത്രമേ ഉള്ളൂ. മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ എന്തിട്ടാ വാങ്ങാം? ചേടാ വല്ല ബേക്കറി തുറന്നുണ്ടോ? അതുണ്ടാവും തോന്നില്ല കേട്ടോ. ഓ അത് നല്ല പണിയായില്ലോ. ഗൈസ് അങ്ങനെ തപ്പി കണ്ടുപിടിച്ചൊരു കട കിട്ടിയിട്ടുണ്ട് കേട്ടോ. നോർമലി ചെറിയ കടകൾ തുറന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇങ്ങനത്തെ ഒരു സൂപ്പർ മാർക്കറ്റായിരുന്നു വേണ്ടേ. സാധനം ബൾക്കായിട്ട് വേണം ഗൈസ്, ബൾക്കായിട്ട് വേണം. അതിവിടെ കിട്ടുമോ നോക്കി നോക്കണം കേട്ടോ. എന്തുട്ടപ്പോൾ വാങ്ങാം, ആകെ കൺഫ്യൂഷനാണ്. ചേച്ചി ഇതിൻ്റെ വലിയ ഇത് കിട്ടുമോ? ബൾക്ക് വലിയ പാക്കറ്റ്? ആ ഓക്കെ, അതുണ്ട് ഗൈസ്, അവിടെ ഉണ്ട്. കാട്ടിത്തരാം കേട്ടോ. ഒരു പെട്ടി നിറച്ച് ഡയറി മിൽക്ക് ഉണ്ട് കേട്ടോ. ഒരു പെട്ടി നിറച്ച് ഡയറി മിൽക്ക് ഹോൾസെയിലായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തതാണ്. ഇത് ഫുള്ള് നമ്മൾ സൈക്കിളിൽ ഒട്ടിച്ച് പോകാൻ അങ്ങനെ ഒരു ഡയറി മിൽക്ക് സൈക്കിളാക്കാൻ പോവാണ് നമ്മുടെ കോസ്മിക് ക്രക്സ്. സോ ആദ്യം തന്നെ നമ്മൾ ഈ ഡബിൾ ടേപ്പ് എടുത്തിട്ടുണ്ട്. രണ്ട് സൈഡും ഒട്ടണ ടേപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടേപ്പ് നമ്മൾ പൊളിച്ചിട്ട് നമ്മുടെ ബൈക്കിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ആദ്യം നമ്മൾ ചെയ്യണത് കേട്ടോ. ആദ്യം നമ്മൾ ഇതിങ്ങനെ ഒരു ലൈനായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് പോകുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഇപ്പോൾ ഇവിടേക്ക് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടിയില്ലേ. നമ്മൾ വാങ്ങിയിട്ടുള്ള ഒരു പെട്ടി ഡയറി മിൽക്ക് ഉണ്ട്. ഇത് ആക്ച്വലി 56 എണ്ണം ഉള്ളൂ കേട്ടോ. 56 എണ്ണം ഉള്ളൂ. എനിക്ക് അറിയില്ല തികയോ ഇല്ലേന്ന്. 10 രൂപയാണ് നമ്മൾ വാങ്ങിയിരിക്കണത്. അപ്പോൾ നമുക്ക് കുറച്ച് തൽക്കാലം ഇതിവിടെ എടുക്കാം. എന്നിട്ട് ഇതൊന്ന് പീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സാധനം ഒന്ന് പറിച്ച് കളയണം കേട്ടോ. ഇത് പറിച്ച് കളഞ്ഞിട്ടുണ്ട്. അയ്യോ എത്താപ്പത്തിയായിട്ടാണ് പോയേട്ടാ. ഇതിങ്ങനെ പറിച്ച് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ഓരോന്ന് ഒട്ടിക്കാൻ പോവാണ് കേട്ടോ. ഇതൊരെണ്ണമായി. പിന്നെ അടുത്തത് 2 എണ്ണം. ഇവിടെ നമ്മൾ 3-ാമത്തെ ഒട്ടിച്ചു. ഇനി 4-ാമത്തെ ഒട്ടിച്ചു. ഇവിടെ
5ാമത്തെയും ഒട്ടിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒട്ടിച്ച് ഓരോ ഡയറി മിൽക്ക് ഒട്ടിച്ച് പോണത് കേട്ടോ. അതിന് എവിടെയൊക്കെ ഒട്ടിക്കണം എങ്ങനെയൊക്കെ ഒട്ടിക്കണം എന്ന് നമ്മൾ പ്ലാൻ ചെയ്യണം. ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയില്ലേ. അങ്ങനെ ഫുള്ള് നമ്മൾ ഡയറി മിൽക്ക് കൊണ്ട് ഫുള്ള് നിറയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും ഒട്ടിക്കണം, ഇനി ഈ സൈഡ് പിടിക്കണം കേട്ടോ. അങ്ങനെ ഓരോരോ സൈഡൊക്കെ ആയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഓരോന്ന് പയ്യായിട്ട് ചെയ്യാം. സോ ഗൈസ്, ഇതാണ് ഫൈനൽ ലുക്ക് വരണത് കേട്ടോ. നമ്മൾ ഈ സാധനം ഫുള്ള് ഡയറി മിൽക്ക് ഫുള്ള് ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കറിയില്ല അവൾക്ക് ഇത് ഇഷ്ടപ്പെടില്ലെന്ന് കേട്ടോ. എന്നെക്കാട്ടും കുറച്ചുകൂടി പ്രീമിയം ബൈക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. മാറിനെക്കാട്ടും നമ്മൾ ഉപയോഗിക്കുന്ന മാറിനൊക്കെ ഉള്ളു, അതിനെക്കാട്ടൊക്കെ കുറച്ചുകൂടി നല്ല പ്രീമിയം ബൈക്കൊക്കെ ഉപയോഗിക്കുന്ന കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. സാധനം ഞാനിപ്പോൾ നമ്മുടെ പണ്ടത്തെ കോസ്മെറ്റിക്കാണ് നമ്മൾ ഈ സാധനം ചെയ്തിരിക്കുന്നത് കേട്ടോ. ഫുള്ള് ഡയറി മിൽക്ക് ഒട്ടിച്ചിട്ട് ചെറിയൊരു സർപ്രൈസ് ആയാൽ മതിയായിരുന്നു. എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് വയസ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണത് കേട്ടോ. അതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഞാൻ 1-2 ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ടാണ് ഇതുപോലെ ഞാൻ സെറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സാധനം ഇതാണ് ഇപ്പോൾ ഫൈനൽ ലുക്ക് വരണത്. അപ്പോൾ നമുക്കിനി അവിടെ പോയിട്ട് കൊണ്ടു കൊടുക്കണം കേട്ടോ. ഒരു 10 മണിക്ക് ആകുമ്പോഴാണ് നമുക്ക് കൊണ്ടു കൊടുക്കേണ്ടത്. അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് കൊണ്ടു കൊടുക്കാം. കാലത്തേക്ക് കാണാം കേട്ടോ. കാലത്ത് നേരെ കാണാം. ഓക്കെ. സോ ഗൈസ്, അങ്ങനെ പിറ്റേ ദിവസം ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യും. നമ്മൾ ഡെക്കാത്തലോണിലാണ് വന്നിരിക്കുന്നത്. ഡെക്കാത്തലോണിൽ വെച്ചിട്ട് ഇവിടെ വരാമെന്നാണ് ആളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആൾ ഇവിടേക്ക് വരും. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ, എന്തായിരിക്കും ഒരു ഐഡിയ ഇല്ല ഗൈസ്. ആദ്യമായിട്ടല്ലേ, ദൈവമേ നോക്കിയോക്കോട്ടെ. വെയിറ്റ് ചെയ്യാം. എന്തായാലും 10 മണി ആയിട്ടുള്ളൂ. നമുക്ക് വെയിറ്റ് ചെയ്യാം. വരട്ടെ, കാട്ടിത്തരാം. സമയം ഇപ്പോൾ 12 മണിയായിട്ടാണ്. കാലത്ത് വന്നതാണ്, 12 മണിയായിട്ടും വരുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാലോ, ഇത് പബ്ലിക്കിന് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? പബ്ലിക്കിന് റാൻഡമായിട്ട് ഓരോരുത്തർക്ക് കൊടുത്താലോ? കാരണം വരുന്നു തോന്നില്ല കേട്ടോ, എന്നെ ചതിച്ചതാന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഇനിയിപ്പോൾ എന്തുകൊണ്ട് ചെയ്യുക? പബ്ലിക്കിന് കൊടുക്കാം അല്ലേ? അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ ഗൈസ്. കാലത്ത് വന്ന് നോക്കിയേ 12 മണിയായിട്ടാണ്. പബ്ലിക്കിന് കൊടുക്കാം. സോ ഗൈസ്, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇത് ഓരോരുത്തർക്കും എടുത്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. എടാ, റാൻഡമായിട്ട് ഓരോരുത്തർക്കും കൊടുക്കാം. നമ്മുടെ ഫ്രണ്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് എൻ്റെ മനസ്സ് താങ്ങനുള്ള ഗൈസ്. അതുകൊണ്ട് കൂട്ടുകാരെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. എടാ, റാൻഡമായിട്ട് കാണുന്നവർക്ക് ഓരോരുത്തർക്കും കൊടുക്കാം. അപ്പോൾ ക്യാമറ എന്തെങ്കിലും സപ്പോർട്ട് ഇവൻ ചെയ്തു തരും കേട്ടോ. നല്ല ഫുട്ടേജ് ഉണ്ടെങ്കിൽ ഇവരായിരിക്കും എന്നെ ഹെൽപ്പ് ചെയ്യേണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിത് ഓരോരുത്തർക്കും ഓരോരുത്തർ കൊടുക്കാം ഗൈസ്. ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. അപ്പോൾ ഒരു 10-58 ഉണ്ട്, 10-60 അടുത്തുണ്ട്. കൊടുക്കാം, ഓരോന്ന് കൊടുക്കാട്ടെ. ഇവിടെ തന്നെയാണ് സെൻറ്റ് തോമസും പിന്നെ അത് സെൻറ്റ് മേരീസ് അല്ലല്ലോ, സെൻറ്റ് മേരീസ് ഒക്കെ ഉള്ളത് കേട്ടോ. എല്ലാവരും കൊടുക്കാം ഗൈസ്. സന്തോഷിക്കട്ടെ. എക്സ്ക്യൂസ് മീ, നാളത്തെ സ്പെഷ്യാലിറ്റി അറിയോ? നാളെ February 14th ആണ്. ഹാപ്പി വാലന്റൈൻസ് ഡേ. വെൽക്കം. അങ്ങനെ ഒരെണ്ണം കൊടുത്തു കേട്ടോ. ഒക്കെ അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വേഗം കൊടുക്കണം കേട്ടോ. ഒക്കെ അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും കിട്ടേണ്ട ആൾക്ക് യോഗമില്ല അമ്മണി. ആൾക്ക് എന്തായാലും കിട്ടില്ല. അപ്പോൾ കാണുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കാം കേട്ടോ. ഹായ്, നാളത്തെ പ്രത്യേകത അറിയോ? വാലന്റൈൻസ് ഡേയോ? ഞാൻ ഒരെണ്ണം കുറച്ച് തന്നു കഴിഞ്ഞാൽ വാങ്ങോ? കുറച്ച് അലിഞ്ഞിട്ടുണ്ട്. ഹാപ്പി വാലന്റൈൻസ് ഡേ. എക്സ്ക്യൂസ് മീ, നാളത്തെ പ്രത്യേകത അറിയോ? അറിയില്ല. വാലന്റൈൻസ് ഡേ ആണ്. കുറച്ച് അലിഞ്ഞിട്ടുണ്ട്. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഓക്കെ, നാളെ വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞൊരു ഡേ ആണ്. സോ ഹാപ്പി വാലന്റൈൻസ് ഡേ. കഴിക്കില്ല? ആരും കഴിക്കില്ല? ഡയറി മിൽക്ക് ഇഷ്ടമല്ല? ഓക്കെ, താങ്ക് യു. ശരി. ചമ്മി ഗൈസ്, ചമ്മി. അവര് ഡയറി മിൽക്ക് കഴിക്കില്ല.
ചമ്മി നാരി ഡയറി മിൽക്ക് കഴിച്ചു കൊടുപ്പം പിള്ളേരെ. അങ്ങനെ കുറേ പേർക്ക് നമ്മൾ ഡയറി മിൽക്ക് കൊടുത്തു കേട്ടോ. ഏകദേശം സംഭവം എല്ലാം അലിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഇതിലത്തെ വെയിലത്താണ് 3 മണി ആയപ്പോഴാണ് നമ്മൾ തുടങ്ങിയത്. കുറേ പേര് ഇത് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി വന്നവരുണ്ടായിരുന്നു. അവർക്കും ഡയറി മിൽക്ക് കൊടുത്തു. അതിനുശേഷം നമ്മൾ സെൻറ് തോമസ് സ്കൂളിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് കഥ ആകെ മാറിയതിട്ടാ. എടുത്തോ, നീ എടുത്തോടാ. നീ ഏത് വീഡിയോ തൊട്ടാ കാണാൻ തുടങ്ങിയത്? കുറെ നാളായി കണ്ടു തുടങ്ങി. അടിപൊളി. എല്ലാം എടുക്കരുത്. ശരിടാ, ബൈ. സബ്സ്ക്രൈബേഴ്സ് മീറ്റപ്പ്. അല്ലടാ, അത് അലിഞ്ഞതാ. വെയിലത്ത് സൈക്കിളും വെച്ചിട്ട് അലിഞ്ഞതാ. പതുക്കാനെ കയറിക്കോ, അല്ലെങ്കിൽ അത് പൊളിഞ്ഞു പോരും. എടാടാ ഓരോന്നും എടുക്കടാ. എന്തോന്നത്? എടാ കീറി പോട്ടെ, സൂക്ഷിച്ചെടുത്തോളോ. ഡയറി മിൽക്കാണ് പറ്റിക്കാൻ വേണ്ടി വെച്ചിരിക്കണത്. അങ്ങനെ തന്നെ എടുക്കുക. അത് ഫുള്ള് എടുത്തോന്നോ? അത് രണ്ടാളും കൂടി എല്ലാവരും എടുത്തോ. ഫുള്ള് വലിച്ചെടുത്തോ. കാണാറുണ്ടോ? പേരെന്താ? ബേസിൽ. ആദിത്യൻ. അടിപൊളി. കാണാം, യൂട്യൂബിൽ വരും. ഒരെണ്ണം എടുക്കാൻ പാടുള്ളൂ. എടാ 10 പേരുണ്ടോ? എല്ലാരും സബ്സ്ക്രൈബ് ചെയ്തോളാം. എടാ സൂക്ഷിച്ച് പൊട്ടിച്ചോളോട്ടോ, അല്ലെങ്കിൽ അത് കീറിപ്പോരും. യൂട്യൂബറാ. താങ്ക് യു. എടാ അത് പിള്ളേരുകളൊക്കെ കൂടിയല്ലോടാ. എടാ മതിയടയ്ക്കാ. പൊളിച്ച് കാണാറുണ്ടോ? താങ്ക് യു. വ്ളോഗാ. താങ്ക് യുടാ. ശരി. അത് ശരി, യൂട്യൂബിന്റെ പേര്. സൈക്കിള് ഫുള്ള് അലിഞ്ഞു തുടങ്ങിട്ടോ. എല്ലാം വിട്ടു പോന്നു തുടങ്ങി. ഡാർക്കസ്റ്റാ. നല്ലത് എടുക്ക്. ഞങ്ങള് വീഡിയോ എടുക്കട്ടെ. വേണോ? വേണമെങ്കിൽ കൊടുത്തോ ഫുള്ള് കൊടുത്തോ. എടാ സൂക്ഷിച്ച് പറിച്ചെടുക്കട്ടാ. എടാ പോരടാ. എടാ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. എവിടെ? ജോയിൽ തന്നെയാ. അതെ സൂക്ഷിച്ചെടുക്കടാ. ദൈവമേ. ഓക്കെ ബൈ. മിഠായി കിട്ടിയില്ല. അയ്യടാ മിഠായി ഉണ്ടായിരുന്നു. പേരെന്താ? സേവിയോ. താങ്ക് യുടാ, എനിക്ക് മനസ്സിലായി. ഹായ്. കാണാറുണ്ടോ വീഡിയോസ്? താങ്ക് യുടാ. കാണാം. ബൈ. സോ ഗൈസ്, അപ്പോൾ അത്രയ്ക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മളെ ഇന്നത്തെ ചെറിയൊരു വാലന്റൈൻസ് ഡേ വീഡിയോ കേട്ടോ. സൈക്കിള് ആക്ച്വലി ഫുള്ള് ഒക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അവര് ഫുള്ള് ചോക്ലേറ്റിൽ മുങ്ങിയിട്ടുണ്ട് സൈക്കിള് ഫുള്ള് കേട്ടോ. എന്തായാലും എന്റെ കാര്യം എന്തായാലും നടന്നില്ല. എന്തായാലും സബ്സ്ക്രൈബേഴ്സിനെങ്കിലും ഹാപ്പി ആക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ എനിക്ക്. നിങ്ങളും വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അത്രയ്ക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് പറഞ്ഞാൽ ജോയൽ ജോഷിയുടെ ഒരു വിളി കേട്ടു. പിന്നെ എല്ലാവരും കൂടി എൻ്റെ നെഞ്ചത്തായിരുന്നല്ലോ. ഫുള്ള് മിഠായി ഒക്കെ പോയി. ഞാൻ വാലന്റൈൻസ് ഡേക്ക് ആണോ എന്താണെന്ന് എനിക്ക് വീഡിയോ തന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താഴെ ലൈക്ക് ചെയ്യുക. ഒന്ന് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ്. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ഇതിന്റെ ബിഹൈൻഡ് ദ സീൻസ് ജോയൽ ജോഷി വ്ളോഗ്സ് എന്ന് പറഞ്ഞ ചാനലിൽ വരും കേട്ടോ. സോ ഇനി ഇത് ക്ലീൻ ചെയ്യണം. അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.